പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 25 വാക്യം, ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവോളമുണ്ട്, രാപ്പാർക്കാൻ സ്ഥലവുമുണ്ട് എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് വളരെ സുപരിചിതമായൊരു വേദഭാഗം അത്രേ. ഇസഹാക്കിന് വേണ്ടി പെണ്ണ് അന്വേഷിച്ച് വരുന്ന എലയാസർ, അവൻ കണ്ടെത്തുന്ന റബേക്ക, അതത്രേ നമ്മുടെ ചിന്താവിഷയം. റബേക്കയുടെ വായിൽ നിന്ന് വന്ന ടെസ്റ്റിമണിയാ നാം വായിച്ച വാക്യം. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ വൈക്കോലും തീനും വേണ്ടുവോളം ഉണ്ട്, അല്ലെങ്കിൽ രാപ്പാർക്കാൻ സ്ഥലവുമുണ്ട്. തൻ്റെ അപ്പൻ്റെ വീടിനെക്കുറിച്ച് അവൾ പറയുന്ന ടെസ്റ്റിമണിയാ, അവിടെ സാക്ഷ്യമാ. ആ ഒറ്റ സാക്ഷ്യത്തിനകത്ത് ഇതാ ഇസഹാക്ക് ഹല്ലേലൂയ തൻ്റെ മണവാട്ടിയെ അന്വേഷിച്ച്, ഇസഹാക്കിന് വേണ്ടി മണവാട്ടിയെ അന്വേഷിച്ച് വന്ന എലയാസർ അവിടെ ദൈവത്തെ നമസ്കരിച്ചു. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളുടെ ടെസ്റ്റിമണി നിങ്ങളുടെ ദൈവത്തെ വിളിച്ചറിയിക്കുന്നതായി തീരട്ടെ. നിങ്ങളുടെ വീടിനെ, സ്വർഗീയ ഭവനത്തെക്കുറിച്ച് മറ്റുള്ളവർക്കൊരു ഉൾബോധം കൊടുക്കുന്നതായി തീരട്ടെ. ഇവിടെ ഇതാ നോക്ക്, റബേക്കയെ കാണുമ്പോൾ തന്നെ റബേക്കയുടെ സ്വഭാവത്തിൽ നിന്ന്, റബേക്കയുടെ പെരുമാറ്റത്തിൽ നിന്ന്, റബേക്കയുടെ വാക്കിൽ നിന്ന് ഹല്ലേലൂയ എലയാസറിന് തൻ്റെ ഭവനത്തെക്കുറിച്ച് ഒരു ആശയം, ഹല്ലേലൂയ ഒരു ധാരണയുണ്ടായി. എന്താ ധാരണയുണ്ടായി? ഒന്ന്, റബേക്ക അധ്വാനിക്കുന്ന സ്ത്രീയായിരുന്നു. തൻ്റെ വീട്ടിലേക്ക് വെള്ളം കോരാൻ വന്ന റബേക്കയാ ഹല്ലേലൂയ എലയാസർ കാണുന്നത്. പ്രിയരെ, നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ദൈവത്തെ അവർ തിരിച്ചറിയും. നമ്മുടെ കർത്താവ് ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നില്ല. അവൻ തന്നെ ഏൽപ്പിച്ച വേല ഭംഗിയായി ചെയ്യുന്ന നല്ല ദൈവമത്രേ. അവൻ വിശ്വസ്തനായ ദൈവമത്രേ. നിങ്ങളുടെ വേലയിൽ നിങ്ങൾ വിശ്വസ്തരാണോ? നിങ്ങളെ ഏൽപ്പിച്ചത് മടി കൂടാതെ ചെയ്യുന്നവരാണോ? ഇതാ നോക്ക്, റബേക്കയ്ക്ക് ഒരു മടിയുമില്ല. താൻ കുടവും എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വെള്ളം കോരാൻ വരുന്ന റബേക്ക, ഹല്ലേലൂയ. അത് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ ഏത് ഭവനത്തിൽ നിന്നാണ് വരുന്നതെന്ന്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മെ ഏൽപ്പിച്ച വേല എന്തോ അത് വിശ്വസ്തയോട് ചെയ്താൽ വീട്ടിനകത്തുള്ള സിസ്റ്റത്തെ, വീട്ടിനകത്തുള്ള ആ ദൈവിക ഓർഡറിനെ ലോകത്തിന് തിരിച്ചറിയാൻ സാധിക്കണം. 2, റബേക്ക അന്യരോട് മറ്റുള്ളവരോട് കരുണയുള്ള സ്ത്രീയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ വന്ന ഒരു പരദേശിക്ക് വെള്ളം കോരിക്കൊടുക്കാൻ തയ്യാറായത്. പരദേശിക്ക് മാത്രമല്ല, അവൻ്റെ കൂടെയുള്ള ഒട്ടകങ്ങൾക്ക് കൂടെ അവൾ വെള്ളം കോരിക്കൊടുത്തു. ഒട്ടകങ്ങൾക്ക് കൂടെ വെള്ളം കോരിക്കൊടുത്തു. നോക്ക്, അവിടെ കരുണയുടെ ഹല്ലേലൂയ ആ ഒരു പ്രകടനം. നമ്മുടെ കർത്താവ് കരുണയും മഹാദയയും ദീർഘക്ഷമയുമുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം ആർദ്രതയുള്ള, മനസ്സലിവുള്ള ദൈവമാണ്. പ്രിയരെ, ക്രിസ്തയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് അപ്പസ്തോലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത് വെറുതെ അല്ല. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം, നമ്മെ കാണുന്നവർ ദൈവിക സ്വഭാവം കാണണം. റബേക്കയെ കണ്ടപ്പോൾ മനസ്സിലായി, ഇവിടെ വീട്ടിനകത്ത് ഇവിടെ അപ്പൻ എങ്ങനെയെന്ന്, ഇവരുടെ കുടുംബം എങ്ങനെയെന്ന്, ഇവരുടെ വീട്ടിനകത്ത് സ്വഭാവം എങ്ങനെയെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ, ഈ സമയത്തിൽ ഹല്ലേലൂയ നമ്മെ ദൈവമാക്കിയിരിക്കുന്നത് ദൈവത്തെ പ്രതിബിംബിപ്പിക്കുന്നവരായി, ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ തേജസ് മറ്റുള്ളവരിലേക്ക് പകരുന്നവരായിരിക്കണം എന്നതത്രേ. ഹല്ലേലൂയ. വേദപുസ്തകത്തിൻ്റെ പഴയ നിയമ ചരിത്രമോ പുതിയ നിയമ ചരിത്രമോ എന്തുമായിക്കോട്ടെ, എന്നാൽ ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിരൂപമായിരിക്കാനാ, നിങ്ങൾ ദൈവത്തെ പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കാനാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ തേജസ് മറ്റുള്ളവരിലേക്ക് പകരുന്നവരായി തീരണം. നിങ്ങളെ കാണുന്നവർ നിങ്ങളുടെ ദൈവം ആരെന്ന് തിരിച്ചറിയാൻ ഇടയായിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇതാ യേശു കർത്താവ് പറഞ്ഞതുപോലെ, നിങ്ങൾ നിമിത്തം എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. പ്രിയരെ, നമ്മെ കാണുന്നവർ പറയണം, ഇവർ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതല, ഇവൻ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിൻ്റെ മകനാ, മകളാ.
അങ്ങനെ പറയാൻ ഈ കാലഘട്ടത്തിൽ ഇടയായി തീരട്ടെ. നിന്റെ ദൈവം എൻ്റെ ദൈവമെന്ന് മറ്റുള്ളവർ പറയട്ടെ. റൂത്ത് വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവമാ എൻ്റെ ദൈവം, നിന്റെ ജനമാ എൻ്റെ ജനം. എത്ര പേര് നമ്മോട് ഇതേ ടെസ്റ്റിമണി വിളിച്ചു പറയും, ബ്രദറെ സിസ്റ്ററെ നിങ്ങളുടെ കർത്താവിനെയാണ് എനിക്ക് വേണ്ടത്, നിങ്ങളുടെ ദൈവത്തെയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ഈ ദിവസങ്ങളിൽ ടെസ്റ്റിമണി പറയട്ടെ. ഹല്ലേലൂയ. റബേക്കയുടെ മനസ്സിലിവ് കണ്ടപ്പോൾ ഹല്ലേലൂയ, ആ കുടുംബത്തിനകത്തുനിന്ന് ഏതാണ്ടൊക്കെ സിസ്റ്റം ഉണ്ടെന്ന്, ഏതാണ്ടൊക്കെ കുടുംബത്തിനകത്തുനിന്ന് പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായി അവൾ പറഞ്ഞ ടെസ്റ്റിമണി എൻ്റെ വീടിനെ കുറിച്ച്, ഹല്ലേലൂയ, അവിടെ സ്വന്തം ഭവനത്തെക്കുറിച്ച് അവൾ പറഞ്ഞ ടെസ്റ്റിമണി അത് വളരെ ശ്രദ്ധേയമാണ്. പ്രിയരെ, നിങ്ങൾക്ക് പറയാൻ ഒരു വീടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ ഒരു അപ്പനുണ്ടോ? നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇവൾ നോക്ക് പറയുക, എൻ്റെ അപ്പൻ്റെ വീട്ടിനകത്ത് തീനുണ്ട്, വൈക്കോലുണ്ട്, രാപ്പാർക്കാൻ സ്ഥലവുമുണ്ട്. വീടിനെ കുറിച്ചുള്ള അവളുടെ ടെസ്റ്റിമണി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേരോട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, എൻ്റെ അപ്പൻ്റെ അടുക്കൽ അനേക വാസസ്ഥലമുണ്ട്. ബ്രദറെ സിസ്റ്ററെ, നിങ്ങൾക്കൊരു സ്ഥലമുണ്ട് അവിടെ. നിങ്ങൾ യേശുവിനെ അക്സെപ്റ്റ് ചെയ്ത് യേശുവിനെ സ്വീകരിച്ച് സ്വന്തം മകനോ മകളോ ആയി വീട്ടിൽ വന്നാൽ വീട്ടിൽ സ്വീകരിക്കാൻ ഒരു അപ്പനുണ്ടെന്ന് പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഇത് കേട്ട എലിയാസർ മുഴങ്കാല് മടക്കി ദൈവത്തെ സ്തുതിച്ചതുപോലെ നിങ്ങളെ കേൾക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ, നിങ്ങളെ കാണുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങളെ കാണുന്ന ശ്രദ്ധിക്കുന്ന അനേകരുടെ നടുവിൽ വിളിച്ചു പറഞ്ഞാട്ട് എനിക്കൊരു അപ്പനുണ്ട്, എൻ്റെ അപ്പനൊരു വീടുണ്ട്, ആ വീട്ടിനകത്ത് നിങ്ങൾക്ക് വേണ്ടുവോളം നിങ്ങളുടെ ആവശ്യത്തിനൊത്തത് അവിടെ ഉണ്ട്. ധൈര്യത്തോടെ പറഞ്ഞാട്ട് ഈ പകൽക്കാലം നമ്മുടെ വായിലെ വാക്ക്, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ തക്കോണം നമുക്ക് പ്രവർത്തിക്കാം. കേൾക്കുന്നവർക്ക് ആത്മീക വർധന വരട്ടെ, കേൾക്കുന്നവർ അടുത്ത് വരട്ടെ, ഭവനത്തിലേക്ക് വരട്ടെ, ആ വാസസ്ഥലത്തിലേക്ക് ഹല്ലേലൂയ കർത്താവ് അനേകരെ ഈ ദിവസങ്ങളിൽ ക്ഷണിക്കുക. ഈ പകൽക്കാലം കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കുമാറാകട്ടെ. നിങ്ങളുടെ വായെ ഉപയോഗിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഉപയോഗിക്കട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.